വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുര വീഞ്ഞായി. മണവുമില്ല, രുചിയുമില്ല, നിറവുമില്ല വെള്ളം, ലഹരിയുള്ള വീര്യമുള്ള മധുര വീഞ്ഞായി. കാഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയൊരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. താഴ്ച പറ്റി വീഴ്ച പറ്റി കരുത്തുപോയോരെന്നെ രൂപഭാവമാറ്റമേകി സ്വീകരിക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. മരണജലം മധുരമാക്കി തീർത്ത യേശുനാഥ എന്റെ ജീവിതത്തിലും നീ അത്ഭുതം ചെയ്യുക. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. യേശുവിന്റെ രക്തത്താലെ ശുദ്ധി ഞാൻ പ്രാപിച്ചു, പഞ്ഞി പോലെ എൻ ഹൃദയം വെണ്മയാക്കണേ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ എന്റെ ഹൃത്തിൽ ആനന്ദത്തിൽ ലഹരി നിറഞ്ഞു. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. ഹല്ലേലൂയ ഗാനം നൃത്തമാടി നാവിൽ വിശുദ്ധിയെ തികപ്പാൻ ഓടിടുന്നു ഞാൻ. വെള്ളം വീഞ്ഞായി മാറ്റിയ യേശുനാഥ നിന്റെ സന്നിധാനമാണഞ്ഞു വാഴ്ത്തിടും നിങ്ങൾ. പാപഭാരം പേരിടുന്നിൻ ജീവിതത്തെ ഇന്ന് ശുദ്ധമാക്കി തീർത്തിടണേ യേശുനായക. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടുന്നല്ലോ. കർത്തനെഴുന്നള്ളിടുവാൻ കാലമേറെയില്ല, അന്ത്യകാല ലക്ഷണങ്ങൾ കണ്ടിടും
ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യിരെമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. യിരെമ്യാ പ്രവാചകൻ്റെ കരച്ചിലിൻ്റെ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചന ഗ്രന്ഥവും വിലാപങ്ങളുടെ പുസ്തകവും രണ്ടും പ്രവാചകൻ്റെ പ്രലപനമാണ്, പ്രവാചകൻ്റെ കരച്ചിലാണ്. ജനത്തിന് വരുന്ന നഷ്ടം കണ്ട്, ദൈവജനത്തിന് വരുന്നതായ നാശം കണ്ട്, ദൈവജനത്തിന് വരുന്നതായ അത്യാഹിതം കണ്ട് കരയുകയാണ് ദൈവപുരുഷൻ. എന്താണ് കരയാൻ കാരണം? ജനം അധപ്പതിക്കുന്നു, ജനം കനത്ത നഷ്ടം ഏറ്റുവാങ്ങുന്നു, ജനത്തിന് കൊടിയ ദുരിതം സംഭവിക്കുന്നു, ഭയങ്കരമായ അപകടങ്ങളിലേക്ക് ജനം നീങ്ങുന്നു, വലിയ അത്യാഹിതത്തിൽ ജനം പെടുന്നു. പ്രവാചകൻ സങ്കടത്തോടെ കണ്ടു. പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൻ്റെ 5 അധ്യായത്തിൻ്റെ ഓരോ വാക്യവും കരച്ചിലാണ്, വിതുമ്പലാണ്, പ്രവാചകൻ്റെ ഉൾത്തേങ്ങലുകളാണ്. പ്രവാചകൻ ഇവിടെ ഈ പുസ്തകം അവസാനിക്കുന്നിടത്ത് പറയുകയാണ്, 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുകയാണ്, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. യഹോവേ, ഞങ്ങൾക്ക് പണ്ടേ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. പ്രിയപ്പെട്ടവരെ, വീഴ്ചകൾ സംഭവിക്കുന്നു, നാശങ്ങൾ സംഭവിക്കുന്നു, അനർത്ഥങ്ങൾ സംഭവിക്കുന്നു, നഷ്ടങ്ങൾ സംഭവിക്കുന്നു, കോട്ടങ്ങൾ സംഭവിക്കുന്നു, കെടുതികൾ സംഭവിക്കുന്നു. ഇന്ന് ലോകത്തിലേ കാണുന്നത്, എല്ലായിടത്തും കാണുന്നത്. നാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എന്തെല്ലാം നഷ്ടങ്ങളാണ് നമുക്ക് നേരിട്ടത്. ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. എവിടെയെല്ലാം നമുക്ക് നാശങ്ങൾ സംഭവിച്ചു, എവിടെയെല്ലാം നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചു, എവിടെയെല്ലാം ഏതെല്ലാം രംഗങ്ങളിൽ നാം വീണുപോയി, എവിടെയെല്ലാം നാം പിശാചിന് അടിയറ പറഞ്ഞുപോയി, സാത്താൻ്റെ കയ്യിലെ കളിപ്പാവിയായി നാം തീർന്നുപോയി, എവിടെയെല്ലാം എന്തെല്ലാം കുരുക്കുകളിലാണ് നാം പെട്ടുപോയത്, ഏതെല്ലാം ബന്ധനങ്ങളിലാണ് നാം വീണുപോയത്, എവിടെയെല്ലാം നാം ചെന്ന് കുടുങ്ങിക്കിടന്നു. ഓർത്തു നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ കണക്കുകൾ നമുക്ക് പറയാനില്ലേ? അയ്യോ നഷ്ടം, അയ്യോ വേണ്ടായിരുന്നു നമുക്ക് തോന്നും. അയ്യോ പെട്ടെന്ന് എന്തോ ചില പ്രത്യേക സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് എന്നെ അപകടത്തിലാക്കിയെന്ന് പറയുന്ന ആളുകളുണ്ട്. എൻ്റെ കഷ്ടകാലം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഏതോ ജാതകദോഷം കൊണ്ടോ, ആരോ എനിക്കെതിരെ മന്ത്രവാദം ചെയ്തതുകൊണ്ടോ, എനിക്കെതിരെ കൂടോത്രം ചെയ്തതുകൊണ്ടോ, ആരോ ക്ഷുദ്രപ്രയോഗമോ ആഭിചാരമോ പ്രയോഗിച്ചതുകൊണ്ടോ എന്തോ ആണ് എൻ്റെ കുടുംബത്തിൽ ഈ വിഷമം വന്നത്. ഞങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഇത്രയും തകരാറ് വരാൻ കാരണം ആരോ ഞങ്ങളുടെ ജീവിതത്തിൽ കെടുതി വരാനായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ഭോഷ്കാണ്. അതൊന്നുമല്ല കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നതിന് കാരണം നിങ്ങൾ ദൈവത്തെ വിട്ടുപോയി എന്നുള്ളതാണ്. ദൈവത്തെ വിട്ടുപോയി, നിത്യനായ ദൈവത്തെ വിട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. ദൈവ വഴിയെ വിട്ടു പോകുന്നു, ദൈവത്തിൻ്റെ വചനത്തെ വിട്ടു പോകുന്നു, ദൈവീക ആലോചനകളെ വിട്ടു പോകുന്നു, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിച്ചു പോകുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചു പോകുന്നു. അതാണ് അപകടത്തിന് കാരണം. നഷ്ടം വലുതാണ്. അബ്രഹാമിന് നഷ്ടം വന്നുപോയി. അബ്രഹാമിന് യാത്ര പുറപ്പെട്ടവനാണെങ്കിലും അബ്രഹാമിന് നഷ്ടങ്ങൾ സംഭവിച്ചു. ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവനാണെങ്കിലും അബ്രഹാം വഴിമധ്യത്തിൽ മിസ്രൈമിലേക്ക് പോയി. അബ്രഹാമിനോട് പോകാൻ പറഞ്ഞ് അബ്രഹാം ചുവട്ടടി വെച്ച് പോയതായ ആ കനാൻ്റെ പ്രദേശത്തേക്ക് നീങ്ങേണ്ടതിന് പകരം അബ്രഹാം ഇടയ്ക്ക് ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് പോയി. നഷ്ടമെന്ത്? കഴിഞ്ഞ സമയത്ത് നാം ചിന്തിച്ചു. ഇങ്ങനെയാണ് നാം ചിന്തിച്ചത്. 1, അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. 2, അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. 3, അവൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. 4, അവൻ്റെ കുടുംബസമാധാനം നഷ്ടപ്പെട്ടു. 5, അബ്രഹാമിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു, കറേജ് നഷ്ടപ്പെട്ടു, അവൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. അബ്രഹാമിന് ഇപ്പോൾ ഭാര്യയുടെ മുഖത്ത് നോക്കാനൊരു നാണം. ഭാര്യയുടെ മുഖത്ത് നോക്കാൻ നാണം. എന്താണ് കാര്യം? മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ നാണം.
ദൈവപുരുഷനല്ലായിരുന്നോ? ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസനല്ലായിരുന്നോ? ദൈവത്തിൻ്റെ വീരപുരുഷനല്ലായിരുന്നോ? വിശ്വാസിയായ ദൈവ വൈതലല്ലായിരുന്നോ? എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? വെറും മാനുഷിക ആലോചനയ്ക്ക് വഴിപ്പെട്ടു പോയി. വെറും മാനുഷിക ആലോചനയ്ക്ക്. അയ്യോ, എനിക്കെന്താണ് അങ്ങനെ സംഭവിച്ചത്? അബ്രഹാം നിരാശനായിരിക്കുകയാണ്. അബ്രഹാം ധൈര്യം ക്ഷയിച്ച് പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ധൈര്യഹീനനായിരിക്കുകയാണ്. സാറ വന്ന് അബ്രഹാമിനെ ചോദ്യം ചെയ്യുമ്പോൾ, സാറ വന്ന് അബ്രഹാമിനോട് പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക എന്ന് പറയുമ്പോൾ, അപ്പോൾ അബ്രഹാം ചൂളിപ്പോവുകയാണ്. കഷ്ടം. ഒരു നിമിഷ നേരത്തെ എൻ്റെ വിഡ്ഢിത്തം, ഒരു നിമിഷ നേരത്തെ എൻ്റെ ദുരാലോചന, ഒരു നിമിഷ നേരത്തെ അവിവേകം. എൻ്റെ ദൈവമേ, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? നിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവനല്ലായിരുന്നോ ഞാൻ? നിൻ്റെ വചനം അനുസരിച്ച് പുറപ്പെട്ടവനല്ലായിരുന്നോ ഞാൻ? എൻ്റെ കർത്താവ്, എനിക്കെന്താ ഇങ്ങനെ വന്നത്? നിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ സമർപ്പിച്ചവനല്ലായിരുന്നോ ഞാൻ? എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? എനിക്കെന്താണ് സംഭവിച്ചു പോയത്? എൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നോ? എൻ്റെ സുബോധം പോയായിരുന്നോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരീ സഹോദരങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കണം. സുബോധം നഷ്ടപ്പെട്ടവർ ഇവിടെ ഇരിക്കുന്നില്ലേ? അയ്യോ, വേണ്ടായിരുന്നു. അയ്യോ, ഞാൻ എന്തിനാ അങ്ങനെ കോപിച്ചത്? എന്താ പറ്റിയത്? എനിക്കെന്താ അങ്ങനെ കോപിക്കാൻ തോന്നിയത്? ഞാൻ എന്താണ് ആ ആയുധം കയ്യിലെടുത്തത്? വേണമായിരുന്നു അത്? ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത്? എനിക്കെന്താ അങ്ങനെ തോന്നിയത്? എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എന്തിനാണ് ആ വീട്ടിലേക്ക് പോയത്? അല്ലെങ്കിൽ ആളെ ഞാൻ കണ്ടത് എന്തിനാണ്? എന്താണ് എൻ്റെ ആവശ്യം? എനിക്കതൊന്നും വേണ്ടായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പലതും ഇപ്പോൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് കുതിച്ചു വരുന്നുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇപ്പോൾ അരിച്ചരിച്ച് കയറുന്നുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ധൈര്യം നഷ്ടപ്പെട്ടു. എൻ്റെ സ്നേഹിതരെ, ലഭിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ ആ പാപം വന്നില്ല എന്നുള്ള പ്രാഗൽഭ്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അഴുക്ക് പറ്റിയില്ല എന്നുള്ള പ്രാഗൽഭ്യം അതൊരു നിധിയാണ് എന്ന് പറയട്ടെ, അതൊരു സ്വത്താണ് എന്ന് പറയട്ടെ. കറ പറ്റിയില്ല എന്നുള്ള പ്രാഗൽഭ്യം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, കറ പറ്റിയില്ല എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ളവരാരെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ആരും കൈ ഉയർത്തണ്ട, ആരും എഴുന്നേറ്റ് നിൽക്കണ്ട. പക്ഷേ ഞാൻ പറയട്ടെ, കറ പറ്റാത്തൊരു ജീവിതം നയിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു എന്ന്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ, നാളുവരെയുള്ള ജീവിതത്തിൽ നിൻ്റെ അത്ഭുത കൃപ എന്നെ വലയം ചെയ്ത് നിൽക്കുകയും നിൻ്റെ തിരുരക്തത്തിൻ്റെ കോട്ടയ്ക്കകത്ത് നീ എന്നെ സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ഭാഗ്യവശാൽ എനിക്ക് കറ പറ്റിയില്ല എന്ന് നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പറയുവാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നിങ്ങളെ നോക്കി ചോദിക്കുകയാണ്, മകനേ, നിനക്ക് ധൈര്യമുണ്ടോ? ഒരു സമയത്ത് നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നല്ലോ. മകളെ, നിനക്ക് ധൈര്യമുണ്ടോ? ഒരു സമയത്ത് നിന്റെ മുഖം പുഞ്ചിരിക്കൊണ്ടിരുന്നല്ലോ. ഒരു സമയത്ത് നിന്റെ മുഖം പ്രസന്നമായിരുന്നല്ലോ. ഇന്നോ നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ. ഇന്ന് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നല്ലോ. മകനേ, നിന്റെ ഹൃദയം മ്ലാനമായിരിക്കുന്നല്ലോ. നിന്റെ ഹൃദയം വാടിയിരിക്കുന്നല്ലോ. നിന്റെ ജീവിതത്തിന് ധൈര്യം പോയിപ്പോയല്ലോ. സന്തോഷവും സമാധാനവും പോയിപ്പോയല്ലോ. ധൈര്യം പോയി അബ്രഹാമിന്. ഞാൻ വേദവാക്യങ്ങൾ വായിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 14, 15, 16 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അബ്രഹാം ധൈര്യഹീനനായിപ്പോയി. ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ, ദൈവത്തിൻ്റെ വഴിവിട്ട് പോയാൽ പിന്നെ ധൈര്യം പോകുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല കേട്ടോ. വചനത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയാൽ പ്രാഗൽഭ്യം നഷ്ടപ്പെടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ എനിക്ക് നിങ്ങളോടൊരു വാക്ക് പറയാനുണ്ട്. ഈ ജീവനുള്ള ദൈവം അവൻ സ്നേഹനിധിയാണ്. ധൈര്യം നഷ്ടപ്പെട്ടു, പാപം വന്നു, വീഴ്ച വന്നു. എന്നാലും എൻ്റെ കരുണയുള്ള കർത്താവ് സ്നേഹനിധിയാണ്. അവൻ കരുണക്കടലാണ്. അവൻ യാചിക്കുന്നവൻ്റെ യാചനയ്ക്ക് ഉത്തരം തരുന്നവനാണ്. അനുതാപികളെ കൈക്കൊള്ളുന്നവനാണ്. അനുതാപത്തോടെ വരുന്നവരെ കൈക്കൊള്ളുന്നവനാണ് ദൈവം. അനുതാപികളെ കൈക്കൊള്ളുന്ന ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തിരികെ വന്നു. അബ്രഹാം യഥാസ്ഥാനപ്പെട്ടു. അബ്രഹാമിനെ പിന്നീട് പറയുന്നത് വിശ്വാസികളുടെ പിതാവ് എന്നാണ്. ഒരു കാലത്ത് ധൈര്യം നഷ്ടപ്പെട്ടവനായി പോയെങ്കിലും, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടവനായി പോയെങ്കിലും അവനെ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയത്തക്കവണ്ണം ഉയർന്ന സ്ഥാനത്തേക്ക് അവനെ കൊണ്ടുവരുവാൻ നിത്യനായ ദൈവത്തിന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംശയിക്കേണ്ട. ആരുടെയെല്ലാം മുഖം മ്ലാനമായിരിക്കുന്നുവോ, ആരുടെയെല്ലാം ഹൃദയം വാടിയിരിക്കുന്നുവോ, ആരുടെയെല്ലാം ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോയോ, നിങ്ങൾ നിങ്ങളുടെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് രക്ഷകന്റെ പാദത്തിൽ വന്ന് അണയുവീൻ. അവൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിപ്പീൻ. കർത്താവേ, ധൈര്യം നഷ്ടപ്പെട്ടു പോയി, ബലം നഷ്ടപ്പെട്ടു പോയി, ശൗര്യം നഷ്ടപ്പെട്ടു പോയി, വീര്യം നഷ്ടപ്പെട്ടു പോയി, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി, വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, സാക്ഷ്യം നഷ്ടപ്പെട്ടു
നഷ്ടപ്പെട്ടു പോയി, സമാധാനം നഷ്ടപ്പെട്ടു പോയി, ധൈര്യവും നഷ്ടപ്പെട്ടു പോയി. നഷ്ടത്തിൻ്റെ കണക്കും പേര് ഞാനിതാ വരികയാണ്. എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എൻ്റെ ജീവിതത്തിലേക്ക് ബലം തിരികെ തരണമേ, വീര്യം തിരികെ തരണമേ, വീര്യബലം ഉണർത്തി എൻ്റെ രക്ഷയ്ക്കായി നീ എഴുന്നള്ളി വരണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. വീണെടുത്തു നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കാൻ നിനക്കേ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അബ്രഹാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. അബ്രഹാം മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് ധൈര്യം കിട്ടുകയാണ്, ധൈര്യം വീണ്ടും ലഭിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളെന്ത് ചിന്തിക്കുന്നു? നിങ്ങൾക്ക് ഈ ധൈര്യം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയും ഒരു നല്ല കാലം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനിയും ഒരു ശുഭ സംവത്സരങ്ങൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിതാക്കന്മാർ പണ്ട് പാടി, അലിവോട് കൃപ ചെയ്യുക നാഥ, ആഹ്വാനോ ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ, ഹൃദയാൽ കോപത്തിൻ വടിയും താടകവും നീക്കിയിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. ശ്രീവായുളവൻ ൂഷ്മായ വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. കർത്താവേ, നിൻ്റെ ജയമുള്ള സ്ലീവായാൽ ദുഷ്ടനെ നീ വിധ്വംസിച്ച് മാറ്റണമേ. എൻ്റെ വിശുദ്ധി കെടുത്തിയ ദുഷ്ടനെ, എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ദുഷ്ടനെ, എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെടാനിടയാക്കിയ ആ ഭീകരനായ ദുഷ്ടാത്മാവിനെ, ദുരാത്മാവിനെ, ഭീകരനായ പൈശാചികനെ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെടുത്തിയവനെ, എൻ്റെ കുടുംബത്തിന് സമാധാനം കളഞ്ഞവനെ, ആ ദുഷ്ടനെ, എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നാഥ എൻ്റെ ധൈര്യം ചോർത്തിക്കളഞ്ഞ ആ ദുഷ്ടനായ പൈശാചികനെ ഒന്ന് നിൻ്റെ ജയമുള്ള സ്ലീബായാൽ വിധ്വംസിച്ചകറ്റണമേ. നിൻ്റെ തിരുരക്തത്താൽ ഫൽസിച്ച് മാറ്റണമേ. എൻ്റെ കർത്താവേ, ഈ ദുഷ്ടനായ പൈശാചികൻ അവകാശം പറയുന്നിടത്തെല്ലാം നിൻ്റെ തിരുരക്തം തളിക്കണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ദൈവ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ് ദൈവം, തിരികെ കൊണ്ടുവരുന്നവനാണ് ദൈവം. നഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക്, ശരിയായ സ്ഥാനത്തേക്ക് മടക്കി വരുത്തുന്നവനാണ് ദൈവം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടേ പോലൊരു നല്ല കാലം വരുത്തണമേ. ഇനിയും മകനെ നിനക്ക് നല്ല കാലം തരും, മകളെ ഇനിയും നല്ല കാലം തരും. നിന്റെ ജീവിതത്തിൽ സമാധാന കാലങ്ങൾ, നല്ല സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും കാലങ്ങൾ ദൈവം നിനക്ക് തരും. മടങ്ങി വരാം, മടങ്ങി വരിക, മടങ്ങി വരിക. യഹൂദാപുത്രിയെ മടങ്ങി വരിക, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക, വിശ്വാസത്യാഗിനായ ഇസ്രായേലെ മടങ്ങി വരിക, വിശ്വാസപാതകയായ യഹൂദയെ മടങ്ങി വരിക. യിരെമ്യാവ് അങ്ങനെയാണ് പറഞ്ഞത്, യഹൂദയെ മടങ്ങി വരിക, ഇസ്രായേലെ മടങ്ങി വരിക, യഹൂദ രാഷ്ട്രമേ മടങ്ങി വരിക, ഇസ്രായേൽ രാഷ്ട്രമേ മടങ്ങി വരിക. നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക്, നഷ്ടപ്പെട്ടു പോയ കൃപയിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ശാന്തിയിലേക്ക് മടങ്ങി വരിക എന്ന് ആവലോട്, ദാഹത്തോട്, സ്നേഹത്തോടെ രക്ഷകൻ വിളിക്കുന്നു. നിത്യനായ ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്കങ്ങനെയൊന്നും മടങ്ങി വരുന്നുണ്ടെങ്കിൽ എങ്കിൽ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വിനാഴികയും ഓരോ സെക്കൻഡും യേശുവേ നിൻ്റേതായിരിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡും യേശുവിന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും. യേശു പ്രസാദിക്കുന്നത് മാത്രമായിരിക്കും. എൻ്റെ യേശു പ്രസാദിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ വരികയില്ല. കർത്താവേ, നീ എന്നോട് മനസ്സലിയണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് പറയാവുന്നതാണ്, നിങ്ങൾക്ക് ദൈവത്തോട് അപേക്ഷിക്കാവുന്നതാണ്. ഞാനൊരു സംഭവം ഒരിക്കൽ വായിച്ചു. സംഭവം എന്താണെന്നോ, ഒരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ട്രെയിനിന് കുറേ ദൂരം പോയി. പെട്ടെന്ന് അദ്ദേഹം അല്പനേരം മയങ്ങിയിരിക്കുകയായിരുന്നു തോന്നുന്നു. ചാടി എഴുന്നേറ്റു, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി, ഓടി സ്റ്റേഷൻ മാസ്റ്റർ റൂമിലേക്ക്. സാറേ, ഒരു ചെറിയ സഹായം ചെയ്യണം. എന്താ വേണ്ടത്? സാറേ, ഞാൻ മറന്നുപോയല്ലോ, ഞാൻ എവിടെ ഇറങ്ങേണ്ടതെന്ന്. എനിക്ക് ഞാൻ പുറപ്പെട്ടു, അന്നേരം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഇറങ്ങേണ്ടത് എവിടെയാണെന്ന്. ഞാൻ മറന്നുപോയല്ലോ. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ മറക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലേ? ആ ടിക്കറ്റ് എടുത്ത് നോക്കണം. അതെവിടെ നിന്ന് പുറപ്പെട്ടു, എങ്ങോട്ടാണെന്ന് ടിക്കറ്റിലുണ്ടല്ലോ. നിങ്ങൾ ടിക്കറ്റ് എടുത്തില്ലേ? ഞാൻ ടിക്കറ്റ് എടുത്തു. ഞാൻ കാര്യം മറന്നുപോയി. ഉടനെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തു,
നോക്കിയപ്പോൾ ഇന്നടത്താണ്. ആ സാറേ ഇതിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ നുറുങ്ങ് സംഭവമാണ്, പക്ഷേ അതിന് വലിയ അർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? അനേകരും പുറപ്പെടുന്നുണ്ട്, കയ്യിൽ തന്നെ ടിക്കറ്റുണ്ട്, പക്ഷേ നോക്കുന്നില്ല. കയ്യിൽ തന്നെ വചനമുണ്ട്. നിങ്ങൾക്ക് ഈ യാത്രയ്ക്ക് ആവശ്യമുള്ള വചനം നിങ്ങളുടെ കയ്യിൽ കൈവശമുണ്ട്. എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വചനം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളും ചിന്തിച്ച്, ആർക്കെങ്കിലും വചനം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? അയ്യോ, ഞാനത് അറിഞ്ഞില്ലായിരുന്നു, ഇങ്ങനൊരു അബദ്ധം ഞാൻ വരുമെന്ന് വിചാരിച്ചില്ലായിരുന്നു, പറയേണ്ടി വരുമോ? എല്ലാം നിങ്ങളറിഞ്ഞു. നിങ്ങൾക്കെല്ലാം കരുണയുള്ള കർത്താവ് തന്നു. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരാതെ ഒന്നും വിട്ടില്ല, എല്ലാം നിറപടിയായി തന്നു, ഒന്നിനും കുറവില്ലാതെ തന്നു. ദൈവത്തിന് സ്തോത്രം. വചനത്തിലേക്ക് തിരിയുക, വചനത്തിലേക്ക് നോക്കുക. ആരിലേക്ക് നോക്കണ്ട? ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലേക്ക് നോക്കണ്ട. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ വചനം പറയുന്നവരിലേക്ക് നോക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട എന്നിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വചനമെടുക്കൂ, വചനത്തിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് വചനം തന്നൊരു ദൈവമില്ലേ? നിങ്ങളെ പുറപ്പെടുവിച്ചൊരു ദൈവമില്ലേ? നിങ്ങൾക്ക് ഈ വചനം തന്ന നിത്യനായ ദൈവമില്ലേ? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുടെ കൈവശമില്ലേ? വചനത്തിലേക്ക് തിരിയൂ, വചനത്തിലേക്ക് നോക്കൂ. എന്താണ് ജീവിതമെന്ന് വചനം നോക്കി നിങ്ങൾ മനസ്സിലാക്കൂ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധിയോടെ ജീവിപ്പാൻ നിനക്ക് സാധിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതെ നിൽക്കാൻ വേണമെങ്കിൽ നിനക്ക് കഴിയുമെന്നല്ലേ പറഞ്ഞത്? നിനക്ക് സാധിക്കാത്തത് പരിശുദ്ധ റൂഹ സാധിപ്പിച്ച് തരുമെന്നല്ലേ പറഞ്ഞത്? മോളെ, നിന്റെ ഹൃദയത്തിലുള്ള ഈർഷ്യയും മുഷിച്ചിലും വഴക്കും വൈരാഗ്യവും പകയും പിണക്കവും മാറ്റിത്തരാൻ ഞാൻ ശക്തനാണെന്നല്ലേ കർത്താവ് പറഞ്ഞത്? മനുഷ്യർക്ക് അസാധ്യം തന്നെയെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്നല്ലോ കർത്താവ് പറഞ്ഞത്? വ്യക്തമല്ലേ? നിനക്ക് നിന്റെ ചിന്തകളുടെ മേൽ ജയം കിട്ടുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? നിന്റെ ജഡീക വികാരങ്ങളുടെ മേൽ നിനക്ക് ജയം കിട്ടുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? നിന്റെ കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ നിനക്ക് കഴിയുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്? നീ വിശ്വസിക്കാത്തതെന്ത്? വചനപ്രകാരം നീ വിശ്വസിച്ച് പുറപ്പെട്ടവളല്ലേ? വചനപ്രകാരം മകനെ നീ വിശ്വസിച്ച് പുറപ്പെട്ടവളല്ലേ? എന്നാൽ നിനക്ക് എവിടെയാണ് കേടുപറ്റിയത്? വചനത്തിലേക്ക് നീ തിരിയുക. ദൈവത്തിന് സ്തോത്രം. ലക്ഷ്യം ശരിയായിരിക്കും. ലക്ഷ്യം നിന്റെ മുന്നിലുണ്ട്, നിന്റെ കൈവശം ലക്ഷ്യമുണ്ട്. എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക, വേറെങ്ങും നോക്കണ്ട. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക. ഓ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. വചനം വീണ്ടും പറയും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അങ്ങോട്ട് നോക്കിയാൽ മതി പ്രിയപ്പെട്ടവരെ, അങ്ങോട്ട് നോക്കിയാൽ മതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും തളരുമ്പോൾ ഞാൻ നോക്കി ആശ്വാസം പ്രാപിക്കാറുണ്ട്. ആ കുരിശിലേക്ക് നോക്കി, ക്രൂശിന്മേൽ പെടയുന്നവനിലേക്ക് നോക്കി, കുരിശിൽ തിരുരക്തം ചിന്തിയവനിലേക്ക് നോക്കി ഞാൻ പലപ്പോഴും ആശ്വാസം പ്രാപിക്കാറുണ്ട്. ജീവിതത്തിൽ വൈതരണികൾ വരുമ്പോൾ, പസ്ലിംഗ് പ്രോബ്ലംസ് വരുമ്പോൾ, വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകേണ്ടെന്നറിയാതെ മനസ്സ് പതറുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ, തെറ്റിദ്ധാരണകൾ പെരുകുമ്പോൾ, പലരും വെറുക്കുമ്പോൾ, പലരും അറപ്പോടെ കാണുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴെല്ലാം ഞാൻ കുരിശിലേക്ക് നോക്കും. എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചവൻ, എനിക്ക് വേണ്ടി നിന്നയേറ്റവൻ, ഒരു തെറ്റും ചെയ്യാതിരിക്കെ എനിക്ക് വേണ്ടി ഒരു കുറ്റവാളിയെപ്പോലെ കുരിശിൽ മരിച്ചവൻ, ഒരു തിന്മയും വരാതിരിക്കെ നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോൾ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി കുരിശിൽ ഏകനായി പേടിയേറ്റ് മരിച്ചവൻ എൻ്റെ കർത്താവിലേക്ക് ഞാൻ നോക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ എത്തിരുന്ന സന്തോഷം അവൻ ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. അപമാനം വന്നു, അലക്ഷ്യമാക്കി. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷവൻ ഓർത്തു. അനേകം പാവപ്പെട്ടവർ രക്ഷപ്പെടുന്നല്ലോ എന്നുള്ള സന്തോഷം, അനേകർ നരകാവകാശികളായി, അനേകം പേര് സ്വർഗത്തിന് അവകാശികളായി മാറുന്നല്ലോ എന്നുള്ള സന്തോഷം, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം അവൻ ഓർത്തു. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. അപ്പോഴാണ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ പറ്റും, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മകനെ, നിൻ്റെ മുഖം ഇന്ന് ലജ്ജിതമല്ലേ? മകളെ, നിൻ്റെ മുഖം ഇന്ന് അപമാനിതമല്ലേ? പക്ഷേ അവങ്കിലേക്ക് നോക്കി നിനക്ക് മാനം പ്രാപിക്കാം.
നിനക്ക് വില നേടാം, നിനക്ക് മൂല്യം ആർജിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിനക്ക് സമാധാനം പ്രാപിക്കാം, നിനക്ക് യഥാസ്ഥാനപ്പെടാം. എൻ്റെ കർത്താവിന് സ്തോത്രം. ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുദാസൻ നിങ്ങളുടെ അരികത്തേക്ക് വരികയാണ്. അവൻ മന്ദം വന്ന് നിങ്ങളുടെ അരികത്ത് വന്ന് നിന്ന് വിനീതനായി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കെഞ്ചി ചോദിക്കുകയാണ്, മകനേ നിൻ്റെ ഹൃദയം എനിക്ക് തരുമോ? മകളെ നിൻ്റെ ജീവിതം എനിക്ക് തരുമോ? നിൻ്റെ ജീവിതം ഞാൻ പ്രകാശഭാസുരമാക്കാം, അനുഗ്രഹീതമാക്കാം, ധന്യമാക്കാം, സ്വർഗീയ സ്നേഹം കൊണ്ട് നിറയ്ക്കാം. നിൻ്റെ ജീവിതത്തിൽ മകനെ എനിക്ക് ധൈര്യം പകർന്നു തരാം. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രാഗൽഭ്യം ഞാൻ നിനക്ക് തിരികെ തരാം. നഷ്ടങ്ങളെല്ലാം ഞാൻ നികത്തിത്തരാം, കഴിഞ്ഞതെല്ലാം മാറ്റിത്തരാം. നിന്നെ ഞാൻ ഉയർത്തിയെടുക്കാം. നല്ല കാലങ്ങൾ നിനക്ക് തരാം, സൽക്കാലങ്ങൾ നിനക്ക് തരാം, ശോഭന ഭാവികൾ നിനക്ക് തരാം, അനുഗ്രഹീത വസന്തങ്ങൾ നിനക്ക് തരാം. മകനെ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാം, എല്ലാ നന്മകളാൽ ഞാൻ നിന്നെ നിറയ്ക്കാം. മകളെ നിന്റെ ഭാവി ശോഭനമാക്കാം, നിന്റെ കുടുംബത്തെ അനുഗ്രഹമാക്കാം. നീ ഒരാളിൽ ഊന്നി നിന്നുകൊണ്ട് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാം, നിന്റെ തലമുറകളെ അനുഗ്രഹിക്കാം. തലമുറകളുടെ ശാപങ്ങൾ മാറ്റി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും തലമുറയായി ഞാൻ അനുഗ്രഹിക്കാം. മകനെ നിന്നെ ഒരാളിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്കൊരാൾ നീ വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, പ്രാഗൽഭ്യത്തോടെ യഥാസ്ഥാനപ്പെട്ട് നിന്നാൽ നിന്നിൽ നിന്നുകൊണ്ട് ഞാൻ അത്ഭുതങ്ങൾ രചിക്കാമെന്നത്രേ കർത്താവ് പറയുന്നത്. നിങ്ങൾക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ടോ? അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ മനസ്സുണ്ടോ? അവനിതാ കരം നീട്ടി നിൽക്കുന്നു. അവൻ്റെ കരത്തിലേക്ക് നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അവനോട് നിങ്ങൾക്കൊരു വാക്ക് പറയാം. കർത്താവേ, ഇന്നു മുതൽ യേശുവേ ഞാൻ നിൻ്റെ വക. യേശുരാജ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ അടിമ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തണമേ. വചനം കേട്ടവരുടെ മേൽ നിന്റെ പരിശുദ്ധാത്മശക്തി പകരണമേ. തിരുരക്തത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിന്റെ മക്കളെ വീണ്ടെടുക്കണമേ. നഷ്ടങ്ങളെല്ലാം മാറി സത്യമായും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശാന്തിയുടെയും പാതയിലേക്ക് തിരിയുവാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമേൻ.